ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ലാതെ ഇതേപോലെ ഒരു 3-4 ഐറ്റം കൊണ്ട് ഒരു നല്ല സൂപ്പ് എങ്ങനെ ചെയ്യുന്നതെന്നോ. ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു ക്യാരറ്റ്, ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഈ കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം കാരറ്റ്, അതുകൂടെ ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് ഉപ്പ് പൊടി, എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അടുപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. 2 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇങ്ങനെ നിർത്താം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതേപോലെ ഒരു അരിപ്പ എടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കും. ഈ വെന്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ അടുപ്പ് ഒന്നുകൂടെ കത്തിച്ച ശേഷം ഒരു കുടുവെള്ളം ഏതെങ്കിലും ഒരു പാത്രം ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് ബട്ടർ, ഒരു 5-6 വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിച്ച് വെച്ചിരിക്കുന്നത്, ഒരു 5-6 കൊച്ചുള്ളിയും കൂടെ ഇതൊന്ന് ഇളക്കി പച്ചച്ചുവ ഒന്ന് മാറിയ ശേഷം ഈ പച്ചക്കറി ഇട്ടിട്ട് കൊടുക്കും. ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ചവച്ച് വെച്ചിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളം, പച്ചക്കറിയുടെ ആ വെള്ളം തന്നെയാണ് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കോൺഫ്ലവറാണ്, അതൊരു ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ചെറിയ തിള വരുമ്പോഴത്തേക്കും ഈ കോൺഫ്ലവർ കലക്കിയത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്തല്ലേ ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ തിളച്ചതിന് ശേഷം അടുപ്പങ്ങ് നിർത്താം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്.